ഒരു സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണ്ടി കോടതി തന്നെ പറഞ്ഞിട്ട് ആർക്ക് വേണി എങ്ങനെ വേണ്ടി പോവാൻ വരാതെ ഇത് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്താണെങ്കിലോ അതപ്പം മനഃപൂർവ്വം അല്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ? എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് കൊണ്ടുപോയി വൈറലാക്കി ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി, അതിന് എന്തർത്ഥമുള്ളത്? ഏത് മലയാളി പൊട്ടന്മാർക്ക് കണ്ടാലും മനസ്സിലാവും റിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന്. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എപ്പോഴും പുരുഷന്മാരെ അനുകൂലിച്ച് ഈ പുരുഷനെ അല്ല അനുകൂലിച്ചല്ല, മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡി പുണ്യാളത്തി എന്നല്ല ഞാൻ പറയുന്നത്. ഒരാണ് ഇവിടെ വന്നിരിക്കുമ്പോ ആ ആണ് മോശമായിട്ട് നിന്റെ മുഖത്തോക്കി എല്ലാം കാണിച്ച് എന്ത് ചെയ്യും? ഞാൻ നീ അറിയുന്നു പ്രതീക്ഷിച്ചു. പോട്ടെ, ഞാൻ പറയട്ടെ, ശരി മാന്യത കാണിക്കാമായിരുന്നു, പറഞ്ഞിട്ടുണ്ടോ ഇല്ല, അതൊക്കെ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മൾ അറിയാത്തതിനെ കുറിച്ച് അയാളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ മോളാണെങ്കിൽ തന്നെ ഒരു ഫോൺ വിളിച്ചു, ഒരാൾ സംസാരിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിളിച്ച് സംസാരിച്ചല്ലേ? മനഃപൂർവ്വം ട്രാപ്പാക്കാൻ വേണ്ടി ചെയ്താൽ എന്ത് ചെയ്യും? പക്ഷെ എന്തിനാ നമ്മൾ പെണ്ണുങ്ങളത് കേൾക്കാൻ നിൽക്കുന്നത്? ഇതുപോലെയുള്ള വർത്തമാനം കേൾക്കാൻ വേണ്ടി ഫോൺ എന്തിനാ നീട്ടിക്കൊണ്ട് പോണത്? ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുമൊന്നുമല്ല. എന്നെയാണ് ഇപ്പോൾ ഒരു പുരുഷൻ വിളിച്ചിട്ട് ഫസ്റ്റിലെ വിളിച്ച് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഫോൺ കട്ട് ചെയ്യേണ്ട ഇത് നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിന്തിക്കണമായിരുന്നല്ലോ. വല്ല മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ, ഇവര് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ? ഇവനാണ് ആണെങ്കിൽ കുറെ നാള് സംസാരിച്ചിട്ടാണ്, എങ്ങനെ അറിയാം? അതെന്താ പുറത്തു വിടാത്തത്? ചിലപ്പോ ആയിരിക്കാം. ഇപ്പൊ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ തന്നെ പേടി എന്നുള്ള അവസ്ഥയൊക്കെ ആയി തുടങ്ങി. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, മിണ്ടിയാൽ നോക്കിയാൽ കുഴപ്പമാണ് അവിടെ. നമ്മൾ സ്ത്രീകളെല്ലാവരും അത്ര നല്ലതെന്ന് പറയേണ്ട കാര്യമില്ല. എന്താ ഗ്രീഷ്മ എന്താ ചെയ്ത് കൂട്ടിയത്? എത്ര സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്, പുരുഷന്മാർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇത് എന്തെങ്കിലും കാണിച്ച് മുതലാക്കാന്നുള്ള രീതിയിൽ വരുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് തെറ്റെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഷക്കീലെ പോലെ റോൾ ഇട്ട് ചേച്ചി ചെയ്യോ? അടിച്ച് മോതകുറ്റി പൊളിക്കാൻ ഞാൻ ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കൊരു കൊടുക്കുന്ന ആളാണ്. ഇതുപോലുള്ള കുലിഷ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി എല്ലാ പടത്തിൽ ഇതുപോലെ ചെയ്തില്ല, ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ, ചേച്ചി ഇന്ന പോലെ പെണ്ണാണെന്ന് ചോദിക്കാൻ നിൽക്കണം. നിങ്ങൾ ആളായിട്ടില്ല. അനുമോൾ എന്ന് പറയുന്ന ഒരു കുലസ്ത്രീ, ആ കണ്ടിട്ട് ചേച്ചിക്ക് എന്താ തോന്നുന്നേ? എന്താണ് കുലസ്ത്രീ എന്ന് പറഞ്ഞത്? ബിഗ് ബോസ് എന്ന് പറഞ്ഞത് എന്താണ്? റിയാലിറ്റി ഷോ. എന്റെ അതിലൊരു ഗെയിം സെന്റർ. ചിലപ്പോൾ അവര് കുലസ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ ഫെമിനി എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ അവർ ചെയ്തേ പറ്റൂ, അവർക്ക് പിടിച്ചു നിൽക്കണം അതിനകത്ത്. പക്ഷെ എങ്ങനെയൊക്കെ നമ്മൾ അതിനകത്ത് ഗെയിം വിൻ ചെയ്യാൻ പറ്റുമോ അതാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാ തര കളി. മദ്യം കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ഞാൻ കേട്ടിട്ട്. ആര് പറഞ്ഞു? മദ്യം കഴിക്കുന്ന ഒരാള് വീട്ടിൽ വന്ന് ബഹളങ്ങൾ ഉണ്ടാക്കുവോ, തല്ലി പൊളിക്കുവോ, എല്ലാം ചെയ്യാൻ കുടുംബത്തെ നശിപ്പിക്കുന്നവരെ. സാധാരണ രീതിയിൽ വന്ന് ഒരു എണ്ണം കഴിച്ചു പോകുന്ന ആളൊന്നും കുടുംബത്തെ നശിപ്പിക്കുന്നില്ല. കഴിക്കാത്തവരോടല്ല ഞാൻ പറയണത്, കഴിക്കൂന്നല്ല ഞാൻ പറഞ്ഞത്. കഴിക്കുന്നവർ കഴിക്കുക, പക്ഷെ പുറത്തു പോയി കഴിക്കുന്നതൊക്കെ വേദം ഭാര്യയൊക്കെ ആയിട്ട് വീട്ടിൽ കഴിക്കാൻ പറഞ്ഞു. നമ്മള് സ്ത്രീകൾ കഴിക്കുന്നില്ലേ? മദ്യപാനം എന്ന് പറയുന്ന സാധനത്തിനോട് ഞാൻ തീരെ കാര്യം യോജിക്കണ്ട. അല്ല, എനിക്കൊരു നിർബന്ധമില്ല. ചേച്ചിയുടെ മക്കൾക്ക് ഒരു അച്ഛൻ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈ മദ്യപാനം കാരണം അച്ഛൻ ഇല്ലാത്തൊരു അവസ്ഥ വരുന്നത് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ വെറുപ്പാണ് കുടുംബം കലക്കുന്നത് മദ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലേഡീസായ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയിട്ട് മദ്യം നിർത്തലാക്ക്. പറ്റുമോ? നടക്കില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എന്നും നെഞ്ചിലേറ്റിയ ഒരു നടിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രംഗ ചേച്ചി. നമസ്കാരം ചേച്ചി. ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റണേ? എന്തിനാണ് ഈ പ്രായം എന്ന് പറയണത്? എന്തിനും അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രായം എന്നല്ല, നമ്മളെപ്പോഴും മനസ്സ് നല്ലപോലെ വെച്ചിരുന്ന എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ചേച്ചീനെ ഇപ്പോ നമ്മളെപ്പോഴും ടി വി വെക്കുമ്പോ ചേച്ചിനെ കാണാറുണ്ട്. പഴയ സിനിമകളിലൂടെ ഇപ്പോഴും ചേച്ചി ഫെമിലിയർ ആണ്, ഫീൽഡ് ഔട്ട് ആകാത്തൊരു നടിയാണ്. പക്ഷെ പുതിയ വരുന്ന സിനിമകളില്ലേ, ആ സിനിമകളിൽ ചേച്ചി തീരെയില്ല. അതെന്താ അങ്ങനെ? പഴയ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കുടുംബം കാണിക്കുമ്പോൾ ചേച്ചി, അനിയത്തി, അടുത്ത വീട്ടിലെ അയൽക്കം, പിന്നെ കിച്ചൺ, അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ചാനലിൽ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പടം, ഒരു സീൻ അഭിനയിച്ചാലും എന്നെ സംബന്ധിച്ച് ആ പടത്തിൽ വലിയൊരു കാര്യം തന്നെയാണ്. ആ പടം എന്തായാലും നമുക്ക് പ്രശ്നമില്ല. ആ ഒരു സീൻ എന്തായാലും ഇവരുടെ കൂടെയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും അത് കാണിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഫീൽഡിൽ അപ്പോൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സമയങ്ങളിൽ ഞാനിപ്പോൾ ഈ അടുത്തൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ സംസാരിച്ച കൂട്ടത്തിലാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ സിനിമ സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ സിനിമയിലെ
നമ്മുടെ റോളുകൾ ഇല്ലാതെയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സ്വന്തം നിലപാടാണ്, ഞാൻ ആരും കുറ്റം പറയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തോന്നി എനിക്ക് ഈ പടത്തിന് അഭിനയിക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ആ പടത്തിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ലേഡീസ് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. സത്യമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറയുക, ഒന്നാമത് ഏത് സിനിമ അഭിനയിക്കാൻ ചെന്നാലും എന്നെ പ്രതിയാണെങ്കിലും ആരാണെങ്കിലും അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് തുറന്നു പറയാം ഇന്നത്തെ കാലത്തല്ലേ. ഇത് പറയാതെ കുറെ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുകയും അപ്പൊ സിനിമാക്കാർക്ക് തന്നെ തോന്നി തുടങ്ങി കാണും, എന്തിനാ ഇങ്ങനെയുള്ള വയ്യാവേലി നമ്മൾ സിനിമയിൽ വെച്ച് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ എന്തിനാണ്? ശരിയല്ലേ? അവരെ സംബന്ധിച്ച് ഒരു പെണ്ണ് അവിടെ നോക്കി ഇവിടെ നോക്കി അവരങ്ങനെ ഇതിങ്ങനെ ചെയ്തു, ഇതൊന്നും ശരിയായ ഒരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളുടെ ഭാഗത്താണോ തെറ്റ്? അല്ല, തെറ്റെന്ന് പറഞ്ഞാൽ എന്തിനാ ഞാൻ പറയട്ടെ, അങ്ങനെ തുറന്നു പറയാനുള്ളത് നമുക്ക് അവിടെ തന്നെ പറഞ്ഞു തീർത്തൂടെ? നമ്മളത് പുറത്തറിയിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സിനിമാ ഫീൽഡിലുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ അത് ബാധിക്കുകയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ സിനിമാ ജീവിതം ഇല്ലാതെയാക്കുന്നത്. എന്ന് വെച്ച് തെറ്റായ കാര്യങ്ങള് ചെയ്തു പോകാനല്ല ഞാൻ പറയണത്. ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു ഫീൽഡിൽ വന്ന ഒരാൾ മോശമായിട്ട് നമ്മൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്ത് അവിടെ അതിനുള്ള ആൾക്കാരുണ്ട്, അവരെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മോനെ നമ്മൾക്ക് ഈ സംസാരം ശരിയല്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുകയോ, പിന്നെ അത് സംസാരിച്ച് അത് നിർത്തി ആ പടം തീരുന്നവരെ അത് സഹിച്ച് നാളെ പോയി വിളിച്ച് പറയുന്നതിനോട് യോജിപ്പില്ല. ചിലപ്പോ അത് അവസരത്തിന് വേണ്ടി ആയിരിക്കില്ലേ? അപ്പൊ അതാ പറഞ്ഞ, അങ്ങനെ അവസരത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുറ്റം പറയേ, അതിന് അവസരത്തിന് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. അത് അവൻ്റെ കാര്യസാധ്യങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നും അല്ല. അത് അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ ആ പടത്തിന്റെ അപ്പോൾ ആ പടത്തിലുള്ള ആൾക്കാരൊക്കെ സിനിമക്കാരൊക്കെ വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സിനിമയിലെ ആളെ വിളിക്കുന്നത്? ലേഡീസ് ക്യാരക്ടർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ത്രീകൾ മാത്രമാണോ തെറ്റുകാര്? സ്ത്രീകൾ മാത്രം തെറ്റുകാരെന്നല്ല ഞാൻ പറയണത്, തെറ്റ് ചെയ്തതല്ല. ഒരു തെറ്റ് കണ്ടാൽ അപ്പൊ പ്രതികരിക്കാൻ പഠിക്കുക, അപ്പൊ തന്നെ സ്പോട്ടിൽ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് ഒരു ഫീൽഡിൽ ഞാൻ ഒരു സിനിമ അഭിനയിക്കാൻ ചെന്നു, അവിടെ ചെന്നപ്പോൾ എനിക്ക് മോശമായിട്ട് ഒരാൾ സംസാരിച്ചാൽ ഞാൻ ആദ്യം അതിനെ എന്നെ വിളിച്ച ആളെ ഞാൻ ആദ്യം പറയും. ഈ വിളിച്ച ആളാണ് എന്നോട് മോശമായി പെരുമാറി, ഞാൻ അതിന് ആ മുകളിലുള്ള ആളോട് ഞാൻ പറയും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിൽക്കണോ അതോ പോകണോ? എന്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ദിവസമാണ് ഞാൻ പോയിട്ടുണ്ടാവും, സംസാരിക്കാൻ നിൽക്കാറില്ല. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടില്ല? എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഉണ്ടായതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയുള്ള അനുഭവം വരാൻ ഞാൻ നിൽക്കാറില്ല. നമ്മളെ വിളിക്കുമ്പോഴേ നമുക്ക് നല്ല ഡീലിംഗ് ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് പറയണം നമ്മള്, എന്തിനാന്ന് ചെന്നിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ സ്പോട്ടിൽ പറഞ്ഞിട്ട് നമ്മൾ തീർക്കാൻ ശ്രമിക്കണം. അതിനുള്ള ആൾക്കാരുണ്ട്. എല്ലാ ആണുങ്ങളും ഈ പറഞ്ഞ പുരുഷന്മാരെ എന്തിനിങ്ങനെ പറയണ, എല്ലാ പുരുഷന്മാർക്കും ഇത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും എന്ന് പറഞ്ഞു വെച്ചാൽ മൊത്തം ആൾക്കാരല്ലേ ഇത് ബാധിക്കുന്നത്. അപ്പൊ സ്ത്രീകളുടെ മാത്രം കുറ്റമല്ല, പുരുഷന്മാരിലും കുറ്റങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പുരുഷൻ ചീത്തയാന്ന് വെച്ചിട്ട് മൊത്തം ആൾക്കാർ ചീത്തയാവണമെന്നുണ്ടോ? ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നല്ല ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് സിനിമ ഫീൽഡ്. ഓക്കെ, സിനിമ ഫീൽഡ് അത്ര സേഫ് അല്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പം ന്യൂജനായിട്ട് വരുന്ന പിള്ളേര് പേടിക്കുന്നുണ്ട് സിനിമയിലേക്ക് കയറാനായിട്ട്. അതിനെ കുറിച്ചിട്ട് ഒരിക്കലും ഇല്ല, അത് തെറ്റായുള്ള വർത്തമാനമാണ്. ഇന്നത്തെ ന്യൂ വരുന്ന ജനറേഷൻ പിള്ളേർക്ക് ഒട്ടും പേടിക്കേണ്ടതില്ല. ഇന്ന് മീഡിയ അറിയാലോ, എല്ലാവർക്കും നല്ല ഇതുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾ വരുന്ന പെൺകുട്ടികളൊക്കെ നല്ല എഫിഷ്യൻസ് ഉള്ള പെണ്ണുങ്ങളാണ്. അല്ല, അവർക്ക് ആരൊന്നും അറിയാത്ത കുട്ടികളേ അല്ല, അവർക്കെല്ലാം നന്നായിട്ട് അറിയാം. കാരണം എങ്ങനെ നമ്മൾ എവിടെ നിൽക്കണം, എങ്ങനെ പോകണം, ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മോളെ. കാലം മാറി. ഞാനൊക്കെ വന്ന സാഹചര്യം ഒന്നുമല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. ജോലി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സിനിമ മേഖലയാണ്. ജോലിയായിട്ട് തന്നെ നമ്മളത് കാണുക, അഭിനയം ഒരു ജോലിയായിട്ട് തന്നെ കാണുക, വർക്ക് ചെയ്യുക, പോവുക. ഒരു പേടിയും സിനിമയിലുള്ള ആൾക്കാർ ആരെയും പേടിക്കണം എന്ന് പറഞ്ഞാൽ സിനിമയിലുള്ള ഡയറക്ടേഴ്സിനെയോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയോ പ്രൊഡ്യൂസേഴ്സിനെയോ എന്തിനു പേടിക്കണോ? അവരാരും ഒരു തെറ്റും ചെയ്യാൻ ഇപ്പം നിൽക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ സിനിമ വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന പെൺകുട്ടികൾ അതനുസരിച്ച് നോക്കി നല്ല വിവരമുള്ള പെൺകുട്ടികളാണ് വരുന്നത്. അവരൊന്നും ഇനി പഠിപ്പിക്കേണ്ട. ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് നല്ല രീതിയിൽ വന്ന അവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഇതെന്താണ് ജീവിതം, സിനിമ എന്നുള്ളതൊക്കെ. അവർക്കൊന്നും ഒരു പ്രശ്നം ഇനി വരാൻ ചാൻസ് ഇല്ല. ധൈര്യമായിട്ട് അച്ഛനമ്മമാർക്ക് സിനിമാ മേഖലയിലേക്ക് മക്കളെ അഭിനയിക്കാൻ വിടാം. പിന്നെ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി അച്ഛനായാലും അമ്മയായാലും ആ കുട്ടിയാണെങ്കിലും സ്പോട്ടിൽ പ്രതികരിക്കുക. ഈ ചേച്ചി ഇപ്പൊ നിലവില് സിനിമകൾ കുറവാണല്ലോ, അല്ലെങ്കിൽ സിനിമകളിൽ ഇപ്പൊ ന്യൂജൻ പടങ്ങളിൽ ഇപ്പൊ കാണാനേ ഇല്ല. നിലവിൽ ഇപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും സീരിയൽ ഉണ്ടോ, സിനിമയുണ്ടോ? എന്നെ ആര് പറഞ്ഞു കാണാൻ? ഞാൻ പുറത്തിറങ്ങിയ ജനങ്ങൾ മുഴുവൻ എന്റെ അടുത്ത് പറയണ്ടല്ലോ, ചേച്ചി ഫെമിലിയർ ആണ്, ചേച്ചിനെ മറക്കില്ല ഒരിക്കലും. സിനിമകളില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്നെ ഇപ്പൊ ഒരു പടം ഞാൻ ചെയ്യുന്നുണ്ട്, ആ പടത്തിലൊരു ക്യാരക്ടർ ഉണ്ട്, എന്നെ വിളിച്ചു, ഞാൻ പോയി ചെയ്യുന്നു. ക്യാരക്ടർ വന്നാൽ എന്നെ വിളിക്കും, ഞാൻ പോയി ചെയ്യും. എന്ന് വെച്ച് ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, ഞാൻ സീരിയൽ ചെയ്യും. അഭിനയം എന്ന് പറഞ്ഞാൽ സീരിയലായാലും സിനിമയിലും അഭിനയല്ലേ. ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, സുഗമോ ദേവി, ഞാൻ ചെയ്യുന്ന സീരിയലായി ഇന്നിപ്പോ 2 കൊല്ലമായി.
ഫൈസൽ അടിമാലി നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ക്യാരക്ടർ, അമ്മ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഡയറക്ടർ എന്നെ വെറുതെ ഒരു സീൻ തന്നു വിടല്ല, അതുപോലെ ആ ക്യാരക്ടറെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടറാണ്. ആ സീരിയൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി അതുപോലെ നമ്മളുടെ പുരുഷന്മാരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇൻജസ്റ്റിസ് കണ്ടുപിടിച്ച് സംസാരിക്കുക അല്ലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ചേച്ചി. അപ്പോ ഈ ഇടയ്ക്ക് നടന്ന അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വീഡിയോ ചേച്ചി കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പം അത് കണ്ടപ്പോ അതിനെ കുറിച്ചിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഈ സിനിമയിലാണല്ലോ ഇപ്പൊ അജ്മലുള്ളത്. അജ്മലിനെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയൊന്നുമല്ല. വിളിച്ചിട്ടുണ്ടാവായിരിക്കാം, അത് സത്യമായിരിക്കാം, വീഡിയോ കണ്ടു, ഇതൊക്കെ ശരി. ഞാൻ ചോദിക്കട്ടെ, എന്നെയാണ് ഇപ്പോൾ ഒരു പുരുഷൻ വിളിച്ചിട്ട് ഫസ്റ്റിലെ വിളിച്ച് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ സ്പോട്ടിൽ ആ ഫോൺ കട്ട് ചെയ്യേണ്ട ഇത് നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്, അല്ലേ? ഓഫും ഓണാക്കേണ്ടത്. അപ്പൊ മനഃപൂർവ്വം അയാളെ കൊണ്ട് ചിലപ്പോൾ അയാൾ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടാവായിരിക്കും, എനിക്കറിയില്ല സത്യാവസ്ഥയൊന്നും. എന്തെങ്കിലും വായിന്ന് പോയിട്ടുണ്ടാവും, പുള്ളിയുടെ പേര് തെറ്റില്ലെന്നല്ല ഞാൻ പറയണേ, തെറ്റുണ്ടാവാം. പക്ഷെ എന്തിനാ നമ്മൾ പെണ്ണുങ്ങളത് കേൾക്കാൻ നിൽക്കുന്നത്? ഇതുപോലെയുള്ള വർത്തമാനം കേൾക്കാൻ വേണ്ടി ഫോൺ എന്തിനാ നീട്ടിക്കൊണ്ട് പോണത്? അതപ്പം മനഃപൂർവ്വമല്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ? എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് കൊണ്ടുപോയി വൈറലാക്കി ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി, അതിന് എന്ത് അർത്ഥമുള്ളത്? പറയുന്ന ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡി പുണ്യാളത്തി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ഫെയിമിൽ നിൽക്കുന്ന ആളാണ് അജ്മല്. അപ്പൊ അതിൻ്റെതായ മാന്യത കാണിക്കാമായിരുന്നില്ലേ? ആർക്ക്? അജ്മലിനോ? ഞാൻ പറയട്ടെ, ശരി, മാന്യത കാണിക്കാമായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ ഇല്ല, അതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ പല പല ഇതുണ്ട്. അപ്പൊ എനിക്കറിയില്ല. നമ്മൾ അറിയാത്തതിനെ കുറിച്ച് അയാളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. എന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഒന്നേ ഉള്ളൂ. ഇപ്പൊ മോളാണെങ്കിൽ തന്നെ ഒരു ഫോൺ വിളിച്ചു, ഒരാൾ സംസാരിച്ചു തുടങ്ങി. അജ്മൽ എന്നല്ല, ഏത് നടനായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിളിച്ച് സംസാരിച്ചല്ലേ? മനഃപൂർവ്വം ട്രാപ്പാക്കാൻ വേണ്ടി ചെയ്താൽ എന്ത് ചെയ്യും? ഇയാള് പറഞ്ഞിട്ടുണ്ടാവായിരിക്കാം, ഉണ്ടാവില്ലായിരിക്കും. നമ്മള് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വിളിച്ചു പറയണത്. അതിനു മുമ്പേ കട്ട് ചെയ്ത് പോയിക്കൂടെ? ആ ചേച്ചി ഇപ്പൊ പറയുന്നുണ്ട് പല ടെക്നോളജി ഉണ്ട്, അത് സത്യമാണോന്ന് പോലും അറിയില്ല. അജ്മൽ തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് അത് AI ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ഏത് മലയാളി പൊട്ടന്മാർക്ക് കണ്ടാലും മനസ്സിലാവും അത് AI അല്ല, റിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന്. അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ചേച്ചി അതിന് AI ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ AI എന്താണ് BA എന്താണെന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, അറിയാനും വയ്യ. ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ അല്ലേ പറഞ്ഞ, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ പറയട്ടെ, ഇതൊക്കെ നാച്ചുറലി ഉള്ള കാര്യങ്ങളല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. കോടതി തന്നെ പറഞ്ഞിട്ട് ആർക്ക് വേണി എങ്ങനെ വേണി പോവാൻ വരാം, അതൊക്കെ ഓരോ ലൈഫിൽ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട് പോകുന്നതാണ്. ഇത് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് ഇടുന്ന സ്ത്രീകള് അപ്പോ ശരിയായിട്ടാണോ ചെയ്യുന്നത്? പുരുഷന്മാർക്കും മിണ്ടാൻ പാടില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിന്തിക്കണമായിരുന്നല്ലോ, ഇത്തരത്തില് ഗേൾസിനെ വിളിച്ച് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഞാൻ പണ്ടും പറഞ്ഞല്ലോ, ഞാൻ എന്താ പറഞ്ഞേ, ഞാൻ എപ്പോഴും പുരുഷന്മാരെ അനുകൂലിച്ച്, ഈ പുരുഷനെ അല്ല അനുകൂലിച്ചല്ല, മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് സ്ത്രീകളെല്ലാവരും അത്ര നല്ലതെന്ന് പറയേണ്ട കാര്യമില്ല. എന്തേ ഗ്രീഷ്മ എന്താ ചെയ്ത് കൂട്ടിയത്? എത്ര സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്, പുരുഷന്മാർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇത് എന്തെങ്കിലും കാണിച്ച് മുതലാക്കാന്നുള്ള രീതിയിൽ വരുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് തെറ്റെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? ഇപ്പൊ ഞാൻ ചോദിച്ചു, അജ്മലിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ, ഇവര് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ? ഇവനാണ് കുറെ നാള് സംസാരിച്ചിട്ടാണ്, എങ്ങനെ അറിയാം? അതെന്താ പുറത്തു വിടാത്തത്? ചിലപ്പോ ആയിരിക്കാം, അതാ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് അപ്പോഴൊരു നടനെന്ന നിലയിൽ അജ്മലിന് അതില് കുറച്ച് കെയർഫുൾ ആയിരിക്കാമല്ലോ. അത് ഇനി അല്ല, ഇപ്പൊ ഓരോരോ സന്ദർഭങ്ങൾ ഓരോരുത്തർ അറിയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങും. അതാ പറഞ്ഞേ, ഇങ്ങനെ ഓരോന്ന് വരുന്നതനുസരിച്ച് എല്ലാവരും കെയറിങ് തുടങ്ങിയിട്ടുണ്ട്. കാരണം പേടിയാണ് ഇപ്പൊ എല്ലാവർക്കും. ഇപ്പൊ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ തന്നെ പേടി എന്നുള്ള അവസ്ഥയൊക്കെ ആയി തുടങ്ങി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മിണ്ടിയാൽ നോക്കിയാൽ കുഴപ്പമാണ്. അവിടെ ചെയ്തു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയാണ്. എങ്ങനെ തെളിയിച്ചു കൊടുക്കും? അത് നിയമം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ നിയമത്തിന്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചേച്ചി ഇപ്പം ആ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ ശരിക്കും അവരുടെ കയ്യടി കിട്ടുന്നതുകൊണ്ട് വീണ്ടും അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നില്ല. ഒരിക്കലും. എനിക്ക് എന്തിനാണ് അവരുടെ കയ്യടി കിട്ടേണ്ട കാര്യം? പുരുഷന്മാർ കയ്യടി അങ്ങനെ വെറുതെ കൈയടിക്കുന്ന ആൾക്കാരല്ല. സത്യാവസ്ഥ പറയണത് കേട്ടാൽ മാത്രമേ പുരുഷന്മാർ കൈയടിക്കാറുള്ളൂ. ചുമ്മാ കയറി കൈയടിക്കാൻ പുരുഷന്മാർ നിൽക്കാറില്ല. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കുടുംബത്തിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതും പുരുഷനെല്ലാം സപ്പോർട്ട് ചെയ്ത്, പുരുഷന്റെ ഭാര്യ, അമ്മ, വളർന്നു വരുന്ന പെൺകുട്ടി, ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുരുഷനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ? അവര് സ്ത്രീകളല്ലേ. അല്ലാണ്ട് കയ്യടി മേടിക്കാനാണ് ഇത് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കയ്യടി കിട്ടേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ നിലപാട്, അനുഭവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇതുവരെ ഇന്റർവ്യൂവിൽ ഞാൻ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരുപാട് അവരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാന്ന് എപ്പോഴും പറയും. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട, എൻ്റെ നിലപാട്. ഓക്കെ. അതുപോലെ ചേച്ചിയുടെ നിലപാടിൽ ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരായ രണ്ടടിക്കണം
രണ്ട് കള്ളു കുടിക്കണം, ജോലി കഴിഞ്ഞ് വന്നിട്ട് രണ്ടടിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും അടിക്കാൻ നിർബന്ധിക്കുകയല്ല. അല്ലല്ല, കഴിക്കുന്നവരെ പുറത്തുപോയി കഴിക്കുന്നവരില്ലാതാക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറെ പേര് പറയുന്നുണ്ട് അയ്യോ ഭയങ്കര കഴിക്കുന്നവർക്കല്ല ഞാൻ കഴിക്കാത്തവരോടല്ല ഞാൻ പറയണത്, കഴിക്കൂന്നല്ല ഞാൻ പറഞ്ഞത്. കഴിക്കുന്നവർ കഴിച്ചോട്ടെ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറഞ്ഞു, കഴിക്കുന്നവർ കഴിക്കുക, പക്ഷെ പുറത്തു പോയി കഴിക്കുന്നതൊക്കെ വേദം ഭാര്യയൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചേച്ചി എന്നെ പറഞ്ഞു, ഒരു ഡോക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നത് നല്ലതാണ്. ഉണ്ടല്ലോ, ഏത് ഡോക്ടർ അത് പറഞ്ഞു? എത്രയോ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കഴിക്കുന്ന. ഞാൻ ഇതുവരെ കേട്ടില്ല വെള്ളം അടിക്കുന്നത് നല്ലതാണെന്ന്, ഞാൻ ഇതുവരെ കേട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഡോക്ടറോട് ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോന്ന് ചോദിച്ചു നോക്കണം എപ്പോഴെങ്കിലും. ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവാണ്, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കൂടിയാണ്. ഒരെണ്ണം കഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരി നമ്മൾ ഈ കഴിച്ചാൽ ഇത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ പേര് കഴിക്കുന്നുണ്ട്. നമ്മൾ സ്ത്രീകൾ കഴിക്കുന്നില്ലേ? എന്താ തെറ്റായിട്ട് എന്താ കഴിക്കുന്നത്? ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഈ ഡോളോ പാരാസെറ്റമോൾ ഇങ്ങനെ കുറേ വേദനയുടെ ഗുളികളുണ്ട് ഇല്ലേ? നമ്മൾ എന്തിനാ അത് കഴിക്കുന്നത്? വേദന ഒരുപാട് കഴിച്ചാൽ അത് ഭയങ്കര കുഴപ്പമെന്ന് പറയുന്നില്ലേ? അയ്യോ അത് കഴിക്കല്ലേ. മദ്യം വേദന മാറാൻ. അപ്പൊ ഞാൻ പറയട്ടെ, മദ്യം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമ്മൾ എന്തിനാ സ്ഥിരം? ചിലർ രാവിലെ എന്നും ചായ കുടിക്കും, ഞാൻ കുടിക്കാറില്ല. എന്തുകൊണ്ടാണ് ചായ കുടിക്കുന്നത്? അവരുടെ ഇഷ്ടമല്ലേ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. വെള്ളമടിക്കുന്നവരുണ്ടാവും, സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും. സിഗരറ്റ് വലിച്ചാൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒക്കെ വലിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അത് വിഷമല്ലേ? ഈ ഗുളി കഴിക്കുന്നതും ചായ കുടിക്കുന്നതും പോലെയാണ് മദ്യപാനം. അതുപോലെ തന്നെ വേണമെങ്കിൽ കണക്കിൽ പെടുത്താവുന്നതേ ഉള്ളൂ. മദ്യം അധികമായാലാണ് മദ്യം കുടുംബത്തെ നശിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരി, ആര് പറഞ്ഞു കുടുംബത്തെ നശിപ്പിക്കും? അത് തോന്നണതാ. ഓവറായാലേ കുടുംബത്തെ നശിപ്പിക്കുന്നത്. ഇനി ശരി, ഒരു വീട്ടില് മദ്യം കഴിക്കുന്ന ഒരാൾ വീട്ടിൽ വന്ന് ബഹളങ്ങൾ ഉണ്ടാക്കുവോ, തല്ലി പൊളിക്കുവോ എല്ലാം ചെയ്യുകയാണെങ്കിൽ കുടുംബത്തെ നശിപ്പിക്കുന്നവരെ. സാധാരണ രീതിയിൽ വന്ന് ഒരു എണ്ണം കഴിച്ചു പോകുന്ന ആളൊന്നും കുടുംബത്തെ നശിപ്പിക്കുന്നില്ല. രണ്ടാമത് ഒരു കാര്യം ചെയ്യണം, ഏറ്റവും നല്ല കാര്യം, നമ്മൾ സ്ത്രീകള് ശരി, നിങ്ങൾ ആ മദ്യം നിർത്തലാക്കിക്കേ. എത്ര സ്ത്രീജനുണ്ട് കേരളത്തില്. ഈ പറഞ്ഞ ചേച്ചിയല്ലേ മദ്യത്തിന് സപ്പോർട്ട്? ഞാൻ എന്റെ സ്വന്തം നിലപാടാ പറഞ്ഞത്, അവര് കുടിച്ചോട്ടേന്ന്. ഇപ്പൊ കുടിക്കുന്നത് നല്ലതല്ല, കുടുംബം കലക്കുന്നല്ല മോള് പറഞ്ഞത്. മോളൊരു കാര്യം ചെയ്യ്, കുറെ ആൾക്കാരെയും കൂട്ട്, എന്നിട്ട് മദ്യം നിർത്തി വയ്പ്പിക്ക്. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതാണ് ചിന്തിക്കേണ്ടത്. നമ്മള് പറ്റാത്ത കാര്യം നമ്മൾ ചിന്തിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിക്കലെന്ന് പറഞ്ഞപ്പോ ചേച്ചി ഇരുന്ന് സംസാരിച്ചാൽ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഇപ്പൊ കേൾക്കുന്ന ആണുങ്ങൾ വിചാരിക്കും അതെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവര് തന്നെ പറയുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. അയ്യോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞ അനുസരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ലോകത്തുള്ളത്. ഈവൻ ഒരാളെങ്കിലും ഇത് കാണിച്ചാലോ? കാണിച്ചാൽ എന്താ കുഴപ്പം? ഒരു ചില ഭാര്യമാര് തന്നെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ ഭർത്താവ് രാത്രി അസമയത്ത് 10 മണിക്കും 12 മണിക്കൊക്കെ വെള്ളം അടിച്ച് ഒരെണ്ണടിക്കുന്നതിന് ഒരു 6 കൂട്ടുകാരന്മാരായിട്ട് അടിച്ച് വരുന്ന വഴിക്ക് പോലീസും പിടിച്ച് വീട്ടിൽ നമ്മളിരുന്ന് വിഷമിക്കുന്നേക്കാൾ ഭേദം ചേച്ചി എൻ്റെ വീട്ടിലിരുന്ന് അടിക്കുന്ന എൻ്റെ ഭർത്താവ്, എനിക്ക് അത്രയും സന്തോഷം ചേച്ചി. ആ പറഞ്ഞതുകൊണ്ട് ഒരാളെങ്കിലും അത് വിശ്വസിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം. അത് എൻ്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് തന്നെ ഞാൻ കാണും. പക്ഷെ ഈ ചേച്ചി പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മക്കളെ വന്നിട്ട് ഉപദ്രവിക്കുക, കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ അതിന് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ആ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ സ്ത്രീകളായ നമ്മൾ കൈകാര്യം ചെയ്യണം, നിർത്തിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മദ്യം കുടിച്ച് വീട്ടിൽ വന്ന് മക്കളെ തല്ലുന്ന ഭാര്യയെ തല്ലുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ആണുങ്ങളായ അത് എൻ്റെ ഒരു നിലപാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആണുങ്ങളായ 2 അടിച്ചോട്ടെ, അതിനിപ്പോ എന്താ? കേൾക്കുന്ന ആണുങ്ങള് ആണാണ്, അതുകൊണ്ട് 2 അടിക്കാം, ഞാൻ ആണാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. അല്ലല്ല, അങ്ങനെ ആരും പറഞ്ഞു ആണായി പ്രൂവ് ചെയ്യണം. അവരുടെ കുട്ടികളൊക്കെ അവിടെ ഓടി ഇറക്കണ്ട, അത് പ്രൂവ് ചെയ്യേണ്ട, വെള്ളടിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആണുങ്ങളൊക്കെ പ്രൂവ് ചെയ്യാൻ. മദ്യപാനം കാരണം മരിക്കുന്ന ഒരുപാട് പേരില്ലേ? അല്ലാതെ മരിക്കുന്ന ആൾക്കാരില്ല. ഞാൻ പറയട്ടെ, ഒരു മദ്യം കുടിക്കാതെ, ഒരു സിഗരറ്റ് വലിക്കാതെ, ഒരു ചായ പാലും കുടിക്കാതെ 30 വയസ്സ് 35 വയസ്സ് മരിക്കുന്ന ആൾക്കാരെ കുറിച്ച് കൊച്ചിന് എന്താ അഭിപ്രായം? ഉണ്ടല്ലോ. അപ്പൊ എന്തിനും ഞാൻ പറയട്ടെ, മദ്യം എന്ന് പറയുന്ന ടോപ്പിക് അല്ല നമുക്കോട് വേണ്ടത്. മദ്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞതാണ്. അല്ലാണ്ട് മദ്യം പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്കൊക്കെ വെറുപ്പാണ്, കുടുംബം കലക്കുന്നത് മദ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലേഡീസായ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചറിഞ്ഞിട്ട് മദ്യം നിർത്തലാക്കുക. പറ്റുവോ? നടക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മദ്യത്തെ പോലെ തന്നെ വേറെ അപകടമുണ്ട്. നമ്മൾ ഈ എന്തുമാത്രം ജങ്ക് ഫുഡും ഈ തട്ടുകടയും ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിനൊന്നും വിഷമില്ലേ? എന്തേ? അതൊന്നും കുഴപ്പമില്ലല്ലേ? ഈ മദ്യത്തെ ആര് പറഞ്ഞു ഇല്ലെന്ന്? മദ്യത്തിനേക്കാൾ ഇരട്ടി സാധനങ്ങൾ ചേർക്കുന്നുണ്ടാവും. ഉണ്ടാവാം. ഞാൻ പറഞ്ഞ ഇതൊന്നും അല്ല കാര്യം. മദ്യപാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കുടുംബം, ഒരു പുരുഷൻ, ഞാൻ പറയട്ടെ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ മോളുടെ അച്ഛനോ ആരാണ് ആവട്ടെ, ജോലി കഴിഞ്ഞ് അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്.
പോണ എന്നാ പോയിട്ട് നമുക്ക് ഈ വരുന്ന ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ തീരാൻ നമുക്ക് രണ്ടടിച്ചാലോ? ഈ പ്രായത്തിൽ ഞാനും അടിക്കട്ടെ? അതിനെന്താ കുഴപ്പമെന്താ? സ്ത്രീകൾക്ക് അടിക്കുക. ആരടിക്കാത്തുള്ളത്? ഇതൊന്നും കുടിച്ചോണ്ടെല്ലാം മാറുന്നൊന്നും അല്ലല്ലോ ഈ പറയണത്. അല്ല, അപ്പൊ എന്തിനാ ചെയ്യുന്നത്? പറഞ്ഞ് മാറും അത് ഞാൻ പറയട്ടെ, മാറാൻ വേണ്ടിട്ടല്ലോ. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നെന്താണ്, ഒരു പുരുഷൻ രാവിലെ ജോലിക്ക് പോകുന്നു ഇല്ലേ? രാവിലത്തെ ഒരു ദിനചര്യ ഞാൻ എടുത്തുതരാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബം നന്നാക്കുന്ന സ്ത്രീകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ കുറച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുരുഷന്മാരെക്കാളും കുറച്ച് താഴെ നിന്ന് വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ. ഞാൻ എൻ്റെ വീട് നോക്കുന്ന ഒരാളെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എൻ്റെ വീട് ഞാനാണ് നോക്കുന്നത്. രാവിലെ എഴുന്നേക്കണം. എൻ്റെ മോള് കല്യാണം കഴിച്ചതാണോ? എന്നാ ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കാര്യം നോക്കണം. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുടെയും കാര്യം നോക്കണം. എൻ്റെ കാര്യം മാത്രം ഞാൻ മാറ്റി വെച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇല്ലേ, നോക്കേണ്ട കാര്യം നോക്കണ്ടേ? പട്ടിയോ പോയി അതുവരെ നോക്കണം. അതാണ് ഒരു സ്ത്രീ. ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് എന്നെ പഠിപ്പിച്ച രീതി അതായതുകൊണ്ട് ഞാൻ അതൊക്കെ രീതിയിലാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലുണ്ടായ കാര്യമാണ് പറയണത്. നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അദ്ദേഹം ഉറക്കൊക്കെ എഴുന്നേറ്റ് വരുന്നു, ഭർത്താവ് എഴുന്നേറ്റ് വരുന്നു. വരുമ്പോൾ പറയുന്നു, വന്നു കയറിയ ഇതൊന്നും നോക്കത്തില്ല, ഒരു ചായ തന്നെ പറയുള്ളൂ അല്ലേ? ചായ എടുത്ത് കൊടുത്തു. നമ്മൾ തിരക്കിൽ കൊണ്ടി വേഗം കൊണ്ട് ചായ കൊടുത്തു കഴിയുമ്പോൾ ഗ്രാജുവലി ചിലപ്പോൾ ചായ എടുത്ത് മധുരം കൂടിയിട്ടുണ്ടാവും. പുള്ളി എന്ത് ചെയ്യും? കുടിച്ച് കണ്ടാ എന്തുമാത്രം മധുരം അടി നീ എനിക്ക് ഇട്ട് തന്നിരിക്കണം, ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കണേ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ചൂടായി നിൽക്കുക. തിരിച്ച് നമ്മൾ സ്ത്രീകൾ എന്താ പറയാ? മോളാണ് എന്ത് പറയും? ഒന്ന് തിരിച്ച് ചൂടാവില്ലേ? ഉറപ്പായിട്ട് ചൂടാവും. എന്താ ചൂടായത്? എന്താ ചൂടാവാൻ കാരണം? നമ്മൾ പറയണത്, ഞാനേ രാവിലെ എഴുന്നേറ്റതാ, മോനെ വിടാനുണ്ട്, നിങ്ങൾ അച്ഛനും അമ്മയും നോക്കണം, നിങ്ങളുടെ അച്ഛനും അമ്മയും നോക്കണം. തെറ്റ്, കട്ട് ചെയ്യൂ. അത് നിങ്ങളുടെ അല്ല. ഇങ്ങനെയുള്ള വാക്കുകളേ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താ പറയേണ്ടത്? ഇത്രയും പറഞ്ഞാൽ മതി അദ്ദേഹത്തിനോട്. ഞാൻ തിരക്കായിരുന്നു, ഇച്ചിരി മധുരം കൂടി പോയി, ഞാൻ ഇപ്പൊ പുതിയത് ഇട്ടുകൊണ്ട് വരാം, ഇത് ഞാൻ കുടിച്ചോളാം. ഞാൻ പറയട്ടെ, ഒരു ചെറിയ കാര്യമാണ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ പ്രസന്റേഷൻ രീതി ഉണ്ടല്ലോ, പുള്ളി അപ്പൊ എന്താ പറയാന്നറിയോ? കുഴപ്പമില്ലടി, ഇന്നത്തെ അല്ലേ, സാരമില്ല, തിരക്കായതുകൊണ്ടല്ലേ എന്ന് നമ്മളാ പറയിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ അവിടെ പുറകെ ഒച്ച അങ്ങ് എടുത്ത് ബഹളം വെച്ച് പുള്ളി ആ ചായയും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് പുള്ളിയുടെ മൂടും കളഞ്ഞ് ഭക്ഷണവും കഴിക്കാതെ പുള്ളി ഇറങ്ങി പോവുകയും ചെയ്യും. എന്താവും അവിടെ അവസ്ഥ? ഇതൊരു കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേണമെങ്കിൽ കേൾക്കാം. ജീവിതത്തിൽ നിന്ന് എൻ്റെ നിലപാടുകളാണ് ഇതൊക്കെ. ഇതൊന്നും തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കുടുംബം. ചേച്ചിയുടെ എല്ലാ നിലപാടിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞ മദ്യപാനം എന്ന് പറയുന്ന ആ സാധനത്തിനോട് ഞാൻ തീരെ എനിക്കൊരു നിർബന്ധമില്ല യോജിക്കണമെന്ന്. ഇല്ല ചേച്ചി, ഞാൻ മകൾ എന്ന രീതിക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചേച്ചിക്ക് അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. കാര്യം 2 മാസം ആയിട്ടുള്ളൂ എൻ്റെ വാപ്പ മരിച്ചിട്ട്. വാപ്പ നല്ല മദ്യപിക്കുമായിരുന്നു. ഒരു 8 വർഷമായിട്ട് അതിനെ തുടർന്നിട്ട് അസുഖം ഉണ്ടായതാ. അപ്പോ അത് കാരണമാണ് വാപ്പ ഇപ്പൊ ഇല്ലാത്തത്. മനസ്സിലായോ? അപ്പോ 21 വയസ്സ് എന്നൊരു മകൾക്ക് അതെനിക്ക് പറഞ്ഞത് എനിക്ക് മോളെ വിഷമം മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം, ചേച്ചിയുടെ കാര്യം ചിന്തിക്കണം. ചേച്ചിയുടെ മക്കള് ചെറുതല്ലേ, അല്ലെങ്കിൽ വലുതായിരിക്കും. ആ മക്കൾക്ക് ഒരു അച്ഛനില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈ മദ്യപാനം കാരണം അച്ഛനില്ലാത്തൊരു അവസ്ഥ വരുന്നത് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മോളെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്, എന്റെ അറിവിലുണ്ട്. മദ്യപാനം കൊണ്ട് ജീവിതം മുൻപേ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മക്കളെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മദ്യപാനത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ. മദ്യപിച്ചോട്ടെ, അങ്ങനെ അസുഖം വന്നോട്ടെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സങ്കടം നമുക്കുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ആളുകൾ മദ്യപിച്ച് മരിച്ച ആൾക്കാരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മദ്യപാനം സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരിക്കലും ഞാൻ പറഞ്ഞ, കുടിക്കുന്ന ആൾക്കാരെ നമുക്ക് തല്ലിയോ ബഹളം കൂട്ടിയോ നിർത്തലാക്കാൻ സാധിക്കില്ല. ചേച്ചി പറയുന്ന പോലെ ഭയങ്കര മദ്യപാനി അല്ലായിരുന്നു എന്റെ വാപ്പയും. സ്ട്രെസ് വരുമ്പോ അല്ലെങ്കിൽ വിഷമം വരുമ്പോ 2 എണ്ണം അടിക്കുന്ന, ചേച്ചി പറയുന്ന പോലെ അടിക്കട്ടെ, 2 എണ്ണം അടിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനെ തുടർന്ന് അസുഖം വരുന്നോ, ഇങ്ങനെ ആവുന്നോ നമ്മളും ചിന്തിക്കുന്നില്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നില്ലേ, ഇതൊന്നും ചെയ്യാത്താണ്. ഇനി എക്സാമ്പിൾ ഒരാളുടെ പേര് ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ ഇപ്പോഴും വിഷമമാണ് എനിക്ക്. നവാസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നവാസ്, ഒരു തുള്ളി വെള്ളം അടിക്കുവോ? എനിക്ക് പേഴ്സണലി അറിയാം. രഹനന്റെ കുഞ്ഞനിയത്തിയാ. ഞാൻ പേഴ്സണലി നവാസിനെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരു തുള്ളി അടിക്കാതെ ഇത്ര പെട്ടെന്ന് മരിച്ചുപോയി. 3 കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുക. സങ്കടം ഉണ്ടാവില്ലേ നമുക്ക്? അപ്പൊ മദ്യപാനം കൊണ്ട് മരിക്കാത്തതുണ്ട്. അങ്ങനെയും നമ്മൾ ചിന്തിക്കണം. മദ്യപാനത്തിന് മരിക്കുന്നവരുണ്ട്. മോൾക്ക് അത്രയും വിഷമം ഉണ്ടാവും. കാരണം മദ്യപിച്ചിട്ട് ഇങ്ങനെ അസുഖം വന്നു മരിച്ചു. ശരി, ഞാൻ 4 വയസ്സിൽ അച്ഛൻ മരിച്ചു പോയ ഒരാളാണ് ഞാൻ. മദ്യപാനം ഒന്നും അല്ലായിരുന്നു. അച്ഛന് അറ്റാക്കാ വന്നത്. അറ്റാക്ക് വരുന്നത് മദ്യപാനം കൊണ്ടാണോ? അപ്പൊ അങ്ങനെ നമുക്ക് വിഷമങ്ങളുണ്ട്. നമ്മൾ ആ വിഷമങ്ങളൊക്കെ ജീവിച്ചേ നമുക്ക് പറ്റൂ അല്ലേ? മരിച്ചു പോകും. നമ്മൾ എന്ത് ചെയ്യും? മോൾക്ക് ഇത്ര വയസ്സ് വരെ അച്ഛനില്ലേ? 4 വയസ്സിൽ പോയ ഒരാളല്ലേ
ദുഃഖിച്ചിരിക്കാൻ പറ്റുമോ? വിഷമമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം എൻ്റെ അച്ഛനാണ്. എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനുണ്ട്. ഞാൻ ആ അച്ഛനെ എൻ്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയെന്നല്ല, എൻ്റെ അച്ഛനും അമ്മയാണ് അവരെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാനത് നോക്കുകയും ചെയ്യും. മരിക്കുന്നിടത്തോളം ഞാൻ നോക്കും. എനിക്ക് എഴുന്നേറ്റ് നടക്കാവുന്ന അവരൊക്കെ ഞാൻ നോക്കും. എനിക്കുണ്ട്, ഞാൻ പറഞ്ഞില്ല, മോള് വിഷമിക്കുമ്പോൾ 4 വയസ്സിൽ തീർന്ന എനിക്കാണോ മോൾക്കാണോ വിഷമം കൂടുക? ഇത്രയും വയസ്സ് വരെ മോളുടെ കൂടെ ഇല്ലേ? എനിക്ക് 4 വയസ്സിൽ അച്ഛ തിരിച്ചറിയുന്ന സമയമായപ്പോൾ പോയതല്ലേ. വിഷമമുണ്ട്. പക്ഷെ മദ്യപാനം ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ കഴിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. കഴിക്കാത്തവരെ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്തിനാ? അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. എത്രയോ പേര്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ വെള്ളമടിക്കുവോ ഒന്നിനും ഞാൻ നിൽക്കുന്ന ആളല്ല. എനിക്കിഷ്ടമല്ല. കഴിച്ചിട്ടുമില്ല, കഴിക്കൂല. എത്ര നിർബന്ധിച്ചാലും ഞാൻ ചെയ്യില്ല. അതൊക്കെ ഓരോരുത്തരുടെ നിലപാടായിട്ട് പോണതല്ലേ. പോട്ടെ, ഞാൻ നീ കറിയെന്ന് പ്രതീക്ഷിച്ചില്ല. ചേച്ചി ബിഗ് ബോസ് കാണാറില്ലേ? ബിഗ് ബോസ് കാണാറുണ്ട്. അപ്പൊ ചേച്ചീനെ ആൾക്കാർ കാണുന്നത് ഒരു കുലസ്ത്രീ ആയിട്ടാണ്, മീൻസ് കുടുംബിനി. എന്നെയോ? അതെ, കുലസ്ത്രീ ആയിട്ടാണ് ചേച്ചിനെ കാണുന്നത്. ഇതേപോലെ ഒരു ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട്. ചേച്ചി ഈ ഫീൽഡ് ആയതുകൊണ്ട് ചേച്ചിക്ക് അറിയാം. അപ്പോ അനുമോൾ എന്ന് പറയുന്ന ഒരു കുലസ്ത്രീ, അത് കണ്ടിട്ട് ചേച്ചിക്ക് എന്താ തോന്നുന്നേ? ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാലിറ്റി ഷോ, ഒരു ഗെയിം സെന്റർ ആണ്. എന്റെ അതിലൊരു ഗെയിം സെന്റർ. അതെ, അത് ഗെയിം സെന്ററിനകത്ത് ചിലപ്പോൾ അവർ കുലസ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ ഫെമിനി എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ അവർ ചെയ്തേ പറ്റൂ. അവർക്ക് പിടിച്ചു നിൽക്കണം അതിനകത്ത്. അല്ലാതെ അതിനകത്ത് വേറെന്താണ് പറയാനുള്ളത്? അനു എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നതാണ്, അതിന് പരിചയമുള്ളൊരു കുട്ടിയാ. അതിനകത്ത് വരുമ്പോൾ നമ്മുടെ കുടുംബം എല്ലാം മറന്ന് അതിനകത്ത് നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാന്നുള്ളതല്ലേ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ കുലസ്ത്രീ ആയിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്ക് അതിൽ കൂടുതൽ എന്താ അവരെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റണേ. കുലസ്ത്രീയുടെ വേഷം കെട്ടുന്നതാണോ അനുമോള്? അതിനകത്ത് ഗെയിം അല്ലേ മോളെ, അപ്പൊ ചിലപ്പോ അതായിരിക്കാം. പക്ഷെ അല്ലാതെ ഒന്നും അവൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടില്ല. പൊതുവേ ഞാൻ കാണുമ്പോ അവര് അങ്ങനെയുള്ള ഒരു കുട്ടിയല്ലല്ലോ. അല്ല, അതാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട്. ഇപ്പൊ ഇടയ്ക്ക് വന്നൊരു പോസ്റ്റ് ആണ്, ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അതിനകത്ത് നമ്മുടെ കോ വർക്കേഴ്സ് ഉണ്ട്, അവരുമായിട്ട് നല്ല രീതിക്ക് മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ഗെയിംസ് കളിച്ച് വന്നിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ട് പറയാണ് എന്റെ അടുത്ത് വരരുത്, എന്നെ ടച്ച് ചെയ്യരുത്, അങ്ങനെയൊക്കെ. അതാണോ ഉദ്ദേശിച്ചത്? അതാണ് ഉദ്ദേശിച്ചത്. അതാ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് വന്ന എങ്ങനെയൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് കളിക്കാൻ പറ്റുമോ. ഞാൻ ഇതുവരെ ബിഗ് ബോസിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. പക്ഷെ എങ്ങനെയൊക്കെ നമ്മൾ അതിനകത്ത് ഗെയിം വിൻ ചെയ്യാൻ പറ്റുമോ അതാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാ തരം കളികളും, അതിനുവേണ്ടി ഒരു കുലസ്ത്രീ ഡ്രാമ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെ പേഴ്സണൽ ചെയ്തു കൂട്ടുന്നല്ലേ. അവിടെ നിന്നിട്ട് അന്തം വിട്ടാ എന്തും ചെയ്യുന്നുള്ള കണക്കായിരിക്കും ചിലപ്പോ. മനസ്സിലായോ? അവിടെ ഒന്നുമില്ല, പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോ അനുമോള് ശരിക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള കുലസ്ത്രീയാണ് ബിഗ് ബോസിനുള്ളിൽ കളിച്ചോണ്ടിരിക്കുന്നത്. നേരിട്ട് അനുമോൾ അങ്ങനെ അല്ലാന്ന് ചേച്ചി എന്നാ പറയുന്നത്, പേഴ്സണലി പരിചയമുള്ള ആളാണ്. അപ്പൊ ശരിക്കുള്ള അനുമോൾ എങ്ങനെ? അല്ല, അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഉദ്ദേശിച്ചത്? തൊടാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. എനിക്കറിയാവുന്ന സാധാരണ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അറിയാവുന്ന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ മാജിക്കില് ഇതിലൊന്നും ഞാനില്ല, സ്റ്റാർ മാജിക്കിലൊന്നും ഞാനില്ല. കൂടുതൽ വലിയ അടുപ്പം എനിക്കില്ല. ജസ്റ്റ് ഹലോ ഹായ് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കുള്ളൂ. ഒരു സീരിയൽ പോലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ആ കുട്ടിയെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. അപ്പൊ ഈ ഫേക്ക് കുലസ്ത്രീ ഇത് കളിക്കേണ്ട ആവശ്യം എന്തായിരിക്കും? ഞാൻ പറഞ്ഞെ, വേറൊന്നും കൊണ്ടല്ല, വേറൊന്നും അതിനകത്ത് ഇല്ലാത്തോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓരോരുത്തരുടെ മെന്റാലിറ്റി അതുകൊണ്ടായിരിക്കും. അതിനകത്ത് എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ വന്നില്ലേ, ആരോ സ്നേഹിച്ച് കൊണ്ടുവരുമോ എന്തൊക്കെയോ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴും ബിഗ് ബോസ് കാണാൻ എനിക്ക് സമയം കണ്ടിട്ടില്ല. എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. നമ്മൾ അറിയാതെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമല്ലോ. അത് അവരുടെ ബിഗ് ബോസിലെ ഓരോ ഗെയിം ആയിരിക്കും. ഈ ഭയങ്കര ഡബിൾ മീനിങ് ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോ മുമ്പത്തെ പേര് ടമാർ പടാർന്നായിരുന്നു. അതിന് തന്നെ ഒരു ഡബിൾ മീനിങ് ഉണ്ടെന്ന് തോന്നിയിട്ടാണ് അതിന്റെ പേര് മാറ്റി സ്റ്റാർ മാജിക് എന്നാക്കിയത്. അപ്പൊ അത്തരത്തിലൊരു ഷോയില് അങ്ങനെ കളിച്ച് നടന്നിട്ട് ബിഗ് ബോസിനുള്ളിൽ കയറിയിട്ട് വേറൊരു തരത്തിൽ, ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു തരത്തിൽ വേറൊരു ഡ്രാമ കളിക്കുകയാണ് അനുമോള് ശരിക്കും. അപ്പൊ അതിനെ കുറിച്ച് അസി കുലസ്ത്രീ എന്ന രീതിയിൽ ചേച്ചി ശരിക്കും ഒരു കുലസ്ത്രീ ആണോ? എന്താണ് കുലസ്ത്രീ എന്ന് പറഞ്ഞത്? ഞാനും അത്രയൊക്കെ കേട്ടിട്ടുള്ളൂ. എനിക്ക് ഈ കുലസ്ത്രീ അതൊന്നും, ഞാൻ സാധാരണ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിലുള്ള സാധാരണ ഒരു സ്ത്രീയാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് കുലസ്ത്രീയും അതൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല ഒരു സ്ഥലത്തും, എന്നെ പറയും വേണ്ട. സാധാരണ ഇടയിൽ മനുഷ്യന്മാർ ജീവിക്കുന്നതിനിടയിൽ ഒരു സാധാരണ ഒരു സ്ത്രീ, ഒരു പെണ്ണ്, അത്രയേ ഉള്ളൂ. ചേച്ചിക്ക് മനസ്സിലായ കുലസ്ത്രീ എന്താ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താണ് കുലസ്ത്രീ, എന്താണ് ഫെമിനിസ്റ്റ്, എന്താ കുലസ്ത്രീ? ഇതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ പല പല പേരിട്ട് വിളിക്കുന്നു. കുലസ്ത്രീ എന്ന് പറയേണ്ട കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും കുലസ്ത്രീ എന്ന് പറഞ്ഞു നടക്കാൻ തയ്യാറായ ആളുമല്ല.
ചേച്ചി ഇതുപോലെ ചേച്ചിയുടെ ഒരു പഴയ സിനിമ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയില് ചേച്ചി അഭിനയിച്ച ഒരു റോൾ ഉണ്ടായിരുന്നല്ലോ, സലീം കുമാറിന്റെ പാർട്ണറായിട്ട് ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഡബിൾ മീനിങ്ങിൽ ഒരു കാര്യം പറയുന്നുണ്ട്, മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കോരി കൊടുക്കുന്ന ആളാണെന്ന്. ഒരു ഡബിൾ മീനിങ്ങിലെ കാര്യമാണ്. അപ്പൊ ആ വേഷം അറിഞ്ഞുകൊണ്ട് എന്നെ ചേച്ചി എടുത്തതാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതുപോലെയുള്ള കുരിഷ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലേ? എന്താണ് അതിനകത്ത്? സിനിമ എന്ന് പറയുന്നത് അഭിനയമല്ലേ? എത്ര ആൾക്കാർ എന്തൊക്കെ റോൾ അഭിനയിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോകുന്നു, അഭിനയിക്കുന്നു, എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ പോരുന്നു. പിന്നെ അതിനകത്ത് മീനിങ് നോക്കി ഇന്റർവ്യൂ എന്നാ പിന്നെ മിണ്ടരുതല്ലോ നമ്മള്. നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളൂ? ചേച്ചി ഒരു കുടുംബിനി എന്ന നിലയിൽ നല്ല നാടനായിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് നല്ല രീതിക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ചേച്ചി അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഡബിൾ മീനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോള് ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഇതുമായിട്ട് യോജിക്കാൻ പറ്റുമോ? എങ്ങനെ? ഞാൻ അതുപോലെയാണോ നടക്കുന്ന സ്ത്രീയാണോ? അങ്ങനെ നടക്കുന്ന സ്ത്രീ ആണെന്ന് അങ്ങനെ നിങ്ങൾ പറയണോ? സ്ത്രീ ആണെന്നല്ല, ഈവൻ ചേച്ചി പറയുന്നു എന്തായാലും അതൊരു അഭിനയമാണ്. കുടുംബം വേറെ, അഭിനയം വേറെ. ഇപ്പൊ റിയൽ ലൈഫിൽ ചേച്ചി പറയുന്നു ഞാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ കുടുംബം നോക്കുന്ന ഒരു ഭാര്യയാണ്. അത്തരത്തിലുള്ള ഒരാള് ഇങ്ങനെയൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഇതിന് നേരത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഒരു പയ്യന് ഒരു നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിച്ച് മോതകുറ്റി പൊളിക്കാൻ പോയതാണ് ഞാൻ. കാരണം എനിക്ക് ഈ മാതിരി നിങ്ങളിലൊക്കെ കാണുന്ന ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഇന്റർവ്യൂ ആണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുക. നിങ്ങൾ ഈ റീച്ച് കിട്ടാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കണം. കാരണം എത്രയോ ചോദ്യങ്ങൾ നമുക്ക് നല്ലത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതിനിടയ്ക്ക് ഈ അഭിനയിക്കുന്ന റോൾ ഇന്റർമീനിങ്ങിൽ ഞാൻ യഥാർത്ഥ്യമാണോ, ഞാൻ കുലസ്ത്രീയാണോ, കുടുംബിനിയാണോ, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്കല്ലാതെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് ചോദിച്ചുകൊണ്ട് മോക്ക് വല്ല സുഖം കിട്ടുന്നുണ്ടോ? ഇതൊരു റിയൽ ചോദ്യം. എന്ത് റിയൽ ചോദ്യം? എടോ അഭിനയം. ഞാൻ താൻ ഇവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, താൻ വീട്ടിൽ പോയി ദിവസം ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണോ? ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കണേ? അല്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അഭിനയിക്കാൻ ഏത് റോൾ കിട്ടിയാലും പിന്നെ എന്റെ ജോലി അഭിനയല്ലേ? പിന്നെ അതേപോലെ ഷക്കീല അവരൊക്കെ അഭിനയിക്കുന്ന റോൾ അതെന്റെ ഇഷ്ടമല്ലേ? അതുപോലത്തെ റോള് എനിക്ക് എന്റെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അഭിനയിക്കാറ്. എനിക്ക് അങ്ങനത്തെ റോള് കിട്ടി അഭിനയിക്കേണ്ട രീതി ചിലപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല റോള് വേറെ ഞാൻ ചെയ്തിരിക്കും. എന്റെ ജോലി അഭിനയം. ചേച്ചിയുടെ കുടുംബിനി പോവില്ലേ? എവിടെ പോണു? അത് മനസ്സിലാക്കാൻ വിവരമുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. അഭിനയം വേറെ. എത്രയോ പേര് എത്രയോ നല്ല റോൾസ് അഭിനയിച്ചിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന എത്രയോ നടികൾ എന്തെല്ലാം റോള് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല ലൈഫ്. ജോലിയായിട്ട് കാണണം. മനസ്സിലായോ? അഭിനയം എന്ന് പറഞ്ഞാൽ ജോലിയാ, അല്ലാണ്ട് അത് കുടുംബത്തിലേക്ക് എടുക്കുകയല്ല. കുടുംബത്തിൽ കുലസ്ത്രീയും പിന്നെ സാരി എടുത്ത് കിടക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം. രംഗീലയില് ഊർമിള ചെയ്ത പോലത്തെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് അഭിനയിക്കാൻ ഞാൻ പോകുന്നുണ്ടോ? എന്റെ ശരീരത്തിന് ഞാൻ ചെയ്യില്ല. കാരണം എന്റെ ശരീരത്തിന് ചേർന്ന് എന്റെ കുടുംബത്തില് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ റോളൊക്കെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. എനിക്ക് പറ്റാത്ത റോളാണ് അയ്യോ അത് ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള തന്നട എനിക്കുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ ഒരു റോൾ ഇപ്പൊ പഞ്ചവർണം, ഞാൻ ഒരു പഞ്ചവർണം എന്നുള്ള ക്യാരക്ടർ തിളക്കത്തിൽ ചെയ്തിട്ടുണ്ട്. മുണ്ടും ബ്ലൗസ് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് വൾഗറായിട്ടാ ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടെ? ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും വൃത്തികേടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ എഴുന്നേറ്റ് പോയില്ലേ? കേട്ടോണ്ടിരിക്കുവോ? ഒരാൾ ഇവിടെ വന്നിരുന്ന് ഇന്റർവ്യൂവിന് ഒരാണ് വന്നിരിക്കുക, ഞാൻ തിരിച്ചു ചോദിക്കുക, ഒരാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ആണ് മോശമായിട്ട് നിന്റെ മോളുടെ മുഖത്തേക്ക് വല്ലതും കാണിച്ച് എന്ത് ചെയ്യും? ജോലിയാണത്, മനസ്സിലാക്കുക കേട്ടോ. ഇനി ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ച് അറിവ് വെച്ചിട്ട് സംസാരിക്കണം. തിരിച്ചു ചോദിച്ച് മനസ്സിലായല്ലോ? ഇന്റർവ്യൂ ചെയ്യുന്ന പുരുഷൻ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ആ പുരുഷൻ വൃത്തികേട് എന്തെങ്കിലും കാണിച്ച് പ്രതികരിക്കുവോ? പ്രതികരിക്കും. അപ്പൊ ഇത് ജോലിയാണ് നമ്മുടെ, പ്രതികരിക്കണം. അതന്നെ ഞാനും എൻ്റെ ഫീൽഡിലും ചെയ്യുക. അഭിനയം ജോലിയാ. അങ്ങനെ കണ്ട ആളാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പോ സിനിമകളില്ലാത്തത്. ഒരിക്കലും അല്ല, അതുകൊണ്ടൊന്നുമല്ല. അത് ആർക്കുണ്ട് വേറെ സിനിമകളൊന്നും എടുത്ത് പറയാമോ? എന്താ അങ്ങനത്തെ റോള് മാത്രമേ സിനിമയിലും ഉള്ളൂ? അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എത്ര നല്ല റോളുകൾ ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ റോളുകൾ മാത്രമല്ലല്ലോ ഞാൻ ചെയ്യണത്. എത്രയോ നല്ല റോളുകൾ, എത്ര നല്ല പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയില്ലെന്നൊന്നും, സിനിമ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ന്യൂ ജനറേഷനാ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് സംഭവം ഉണ്ടെങ്കിലും പ്രതികരിക്കുക. ജോലിയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ വെച്ച് ഇയാൾ അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷൻ നേരെ വന്നു കഴിഞ്ഞിട്ട് അയാൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയണ പോലെ അങ്ങ് ചെയ്യുമോ? ഒരിക്കലും. പിന്നെ താൻ എന്ത് ചോദ്യമാണോ എൻ്റെ അടുത്ത് മണ്ടത്തരം ചോദിക്കണിരുന്നുണ്ട്? ഞാൻ അഭിനയിച്ച റോള് ജീവിതത്തിലോട്ട് വന്ന് ഞാനൊരു സ്ത്രീയല്ലേ ചെയ്യോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്? ഇതുപോലുള്ള അത്രയും നിലപാടുകൾ പറഞ്ഞ് ഞാൻ ഒരു സ്ത്രീ, അതും എൻ്റെ ജോലി സംബന്ധമായ അഭിനയമായിട്ട് യാതൊരു ബന്ധമില്ല. എൻ്റെ കുടുംബത്തിൽ അയ്യേ എന്ന് പറയാത്ത രീതിയിൽ എനിക്ക് മോൻ വളർന്നു വരുന്നുണ്ട്. നാളെ ഞാൻ ഒരു അമ്മയാണ്.
അതിന് പറ്റിയ റോളുകൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് പറ്റാത്ത റോൾ ഞാൻ ചെയ്യാതിരിക്കും. അതെന്റെ നിലപാടാണ്. അല്ലേ? ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് ഇന്റർവ്യൂ ജോലിയായിട്ടല്ലേ ചെയ്യണത്, പാഷനല്ലോ. സാലറി കിട്ടുന്നില്ലേ? ഇല്ലേ? ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരു പുരുഷൻ വന്ന് ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് വേറെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്ത് ചെയ്യും? ഇയാളുടെ അടുത്ത് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയില്ലേ? അതൊക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി ഇന്ന പടത്തിൽ ഇതുപോലെ ചെയ്തില്ല, ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങനെയാണോ, ചേച്ചി ഇന്ന പോലെ പെണ്ണാണെന്ന് ചോദിക്കാൻ നിൽക്കണം. നിങ്ങൾ ആളായിട്ടില്ല. ഒരാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഇന്റർവ്യൂവില് നല്ലത് കൊടുത്തിട്ടുണ്ട്. എനിക്കിനി വയ്യ, ഞാൻ ഇങ്ങനത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറില്ല. ചേച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. രണ്ടും കൽപ്പിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആളാണ്. പക്ഷെ ചെയ്യിപ്പിക്കരുത് നമ്മളെ കൊണ്ട് വിളിച്ചിരുത്തി. അത് നിങ്ങൾ കുറേ, ഞാൻ മോളെ കുറ്റം പറയല്ല കേട്ടോ, കുറേ പേരുടെ ഒരു വിചാരമുണ്ട് ഇതൊക്കെ പ്ലാൻ ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടി. ഞാൻ ഒരു ഇന്റർവ്യൂവിലും പ്ലാൻ ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ ദൈവം സഹായിച്ചിട്ടില്ല. നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ നല്ല മറുപടി പറയും. അപ്പൊ ചേച്ചി ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നല്ല രീതിക്ക് എടുത്ത ഇന്റർവ്യൂ കുറച്ച് ഇമോഷണൽ ആയി പോയി. അപ്പൊ ചേച്ചി അമ്മ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അപ്പൊ എൻ്റെ അടുത്ത് ഇവൻ കുറച്ച് സമയം സംസാരിച്ചിട്ടുള്ളൂ ഇന്റർവ്യൂവിന്റെ കാര്യത്തിനായാലും. വിളിക്കുമ്പോഴൊക്കെ എന്നെ എപ്പോഴും മോളെ വിളിച്ച് സംസാരിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് അത്രയും പ്രായമായിട്ടുള്ളൂ. പ്രായമുള്ളൂ. ഞാൻ എന്റെ അതെ അമ്മയെ പോലെ തന്നെയാണ്, അത്രയും സ്നേഹത്തോടെ. അപ്പൊ അല്ലാതെ ഒരു രീതിക്ക് ഞാൻ ചേച്ചിനെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അപ്പൊ എന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ചേച്ചി. അത്രയും സ്നേഹം, അത്ര റെസ്പെക്റ്റോടെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് സമാധാനമായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങളെ മുമ്പും ഇന്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 ബില്യൺ ആൾക്കാരൊക്കെ കണ്ട ഇന്റർവ്യൂവും കൂടിയാണ്. ഭയങ്കര സന്തോഷം. അപ്പോൾ വീണ്ടും ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ, അതായത് മോളെ പോലുള്ള കുട്ടി ഇനി നല്ല രീതിയിൽ മുന്നോട്ട് ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് നല്ല പൊസിഷനിലെത്തട്ടെ. ദുഃഖങ്ങൾ എല്ലാവർക്കും കൂടെ അതൊക്കെ മറക്കുക. നമ്മൾ ജീവിച്ചേ പറ്റൂ. വീട്ടിലമ്മയില്ലേ, അവരെ നോക്കണ്ടേ? നമ്മുടെയൊക്കെ കടമയാണ് അവരെ നോക്കാൻ. അവർക്ക് സന്തോഷം കൊടുക്കുക. പോട്ടെ അമ്മ, ഞാനില്ലേ കൂടെ എന്ന് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടുകൂടെ കുടുംബജീവിതവും ജോലിയും ഒക്കെ നന്നായി കൊണ്ടുപോവുക. എല്ലാവിധ പ്രാർത്ഥനയും, മോളെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ പോലെ തന്നെ കാണുക. എല്ലാവിധ പ്രാർത്ഥനയും എനിക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാ കുടുംബത്തിനും ഈ ചാനലിനൊക്കെ തരുന്നു.